ഹൈ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ബോക്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ മറ്റൊരു അധ്യായത്തിലേക്ക്. മൊബൈൽ വ്ളോഗേഴ്സിനുള്ള 5 വീഡിയോ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, മൊബൈൽ വ്ളോഗേഴ്സിനുള്ള 5 ടിപ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും തുടക്കക്കാരോ അല്ലെങ്കിൽ മൊബൈൽ വ്ളോഗറോ ആണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് കിട്ടാം. ടിപ്പ് നമ്പർ 1. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ ബാക്ക് ക്യാമറ ആയിക്കോട്ടെ, നമ്മുടെ ക്യാമറ സ്റ്റേബിൾ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മോണോപോഡ് യൂസ് ചെയ്യാം, നമുക്ക് ട്രൈപോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കുകൾ യൂസ് ചെയ്യാം, ഗിംബൽസ് യൂസ് ചെയ്യാം, എന്ത് ഡിവൈസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ മൊബൈൽ സ്റ്റേബിൾ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മൾ ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹൊറിസോണ്ടലായിട്ട്, അതായത് നമ്മൾ 16:9 അല്ലെങ്കിൽ വൈഡ് ആയിട്ട് മൊബൈൽ പിടിച്ചതിന് ശേഷം മാത്രം ക്യാപ്ചർ ചെയ്യുക. അത് ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ബാക്ക് ക്യാമറ ആണെങ്കിലും. കൂടാതെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്രെയിം സൈസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ ഉറപ്പുവരുത്തുക. ടിപ്പ് നമ്പർ 3 ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, ലൈറ്റിംഗ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മാത്രവുമല്ല, നമ്മുടെ ഫേസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ലൈറ്റിനെക്കാളും കുറവായിരിക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. സൺലൈറ്റ് പോലുള്ള അൺകൺട്രോളബിൾ ലൈറ്റ് സോഴ്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ എക്സ്പോഷർ ലോക്ക് വഴി നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിൽ ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. 4ാമത്തെ കാര്യം, ഓഡിയോ, ദ റിയൽ ഗെയിം ചേഞ്ചർ. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ രീതിയിൽ ക്യാമറയാണെങ്കിലും മൊബൈൽ ആണെങ്കിലും അതിൻ്റെ ഇന്റേണൽ മൈക്രോഫോൺ എന്ന് പറയുന്നത് ബേസിക് ക്വാളിറ്റിയുള്ള മൈക്രോഫോണുകളായിരിക്കും. അപ്പോൾ നമ്മൾ വോക്കൽ ക്വാളിറ്റി ഏറ്റവും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ മൈക്രോഫോൺ യൂസ് ചെയ്യാം. പല രീതിയിലുള്ള എക്സ്റ്റേണൽ ഓഡിയോ ഡിവൈസുകൾ, അതിൻ്റെ ക്വാളിറ്റി വേരിയേഷൻസ് ഒക്കെ നോക്കുന്ന മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഈ ലിങ്കിൽ നിന്നും കാണാവുന്നതാണ്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഡിറ്റിങ്ങും ഓഡിയോ സെലക്ഷനുമാണ്. എഡിറ്റിങ്ങിന് വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന്, നമ്മൾ പെയ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം. ഡെമോ സോഫ്റ്റ്വെയർ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. ഡെമോ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ലഭിക്കുമെങ്കിലും കമ്പനിയുടെ ബ്രാൻഡ് വാട്ടർമാർക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള ക്വാളിറ്റി ലിമിറ്റേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓഡിയോയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വേണ്ടിയുള്ള ഓഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എപ്പോഴും നമ്മൾ വീഡിയോ ഫൈനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നല്ലതാണ്. ചില സമയങ്ങളിൽ നമ്മളെ മൈക്രോഫോണിന്റെ നോയ്സ് റിഡക്ഷൻ ചെയ്യാനും ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. യെസ്, ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന, നമ്മൾ എപ്പോഴും ടച്ച് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ക്യാമറയുടെ മുകളിലോ അതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ അഴുക്കുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അഴുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എൻട്രി ലെവൽ മൊബൈൽ വ്ളോഗേഴ്സിനുള്ള 5 ടിപ്സാണ്. അപ്പോൾ അഡ്വാൻസ് ലെവലിലുള്ള ടിപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.